ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് അനീമിയ ആണ്. അയേൺ ഡെഫിഷ്യൻസി അനീമിയ. ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അയേണിൻ്റെ ഡെഫിഷ്യൻസി മൂലമുണ്ടാകുന്ന അനീമിയയാണ്. ഇതിലും ഇൻഹെറിറ്റൻസിൻ്റെ ഭാഗമൊന്നും വരുന്നില്ല, അബ്നോർമൽ സെൽസ് പ്രൊഡക്ഷൻ ഒന്നും വരുന്നില്ല. ഇനി എന്തൊക്കെയാണ് അയേൺ ഡെഫിഷ്യൻസിക്ക് കാരണമെന്ന് നോക്കാം. ഒന്നാമത്തേതായി പറയുന്നത് എക്സ്ട്രീം ബ്ലഡ് ലോസ്, ദെൻ മെറ്റാബോളിക് ഡിമാൻഡ്സ് ഇൻക്രീസ്ഡ് ആകുമ്പോൾ, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ എന്തെങ്കിലും അബ്സോർപ്ഷൻ ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ, പിന്നെ ഫുഡിൽ അയേണിൻ്റെ അളവ് കുറയുമ്പോൾ, ഇതൊക്കെയാണ് അയേൺ ഡെഫിഷ്യൻസി അനീമിയയ്ക്ക് കാരണം. ഇനി നമുക്ക് അസസ്മെൻറ്റിൽ എന്തൊക്കെയാണ് ഫൈൻഡിങ്സ് എന്ന് നോക്കാം. നമ്മുടെ RBC മൈക്രോസൈറ്റിക്കും പിന്നെ ഹൈപ്പോക്രോമിക് ആയിരിക്കും. ഇനി ബ്ലഡ് സ്റ്റഡീസിൽ നോക്കുകയാണെങ്കിൽ ഹിമോഗ്ലോബിൻ്റെ അളവ് കുറവായിരിക്കും, ഹെമറ്റോക്രിറ്റിക്കിൻ്റെ അളവ് കുറവായിരിക്കും. ഇനി നമ്മുടെ ഫിസിക്കൽ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ ഫാറ്റിക് ഉണ്ടായിരിക്കും, പേഷ്യൻസ് നോർമലി ലെഥാർജി ആയിരിക്കും. പിന്നെ ഇനി നമുക്ക് എന്തൊക്കെ ഇൻ്റർവെൻഷൻസ് ആണ് ഉള്ളതെന്ന് നോക്കാം. അയൺ സപ്ലിമെൻറ്റ് കൂടുതലായി എടുക്കാനായിട്ട് ശ്രമിക്കുക, അയൺ റിച്ച് ഫുഡ് കഴിക്കുക. ഇനി എന്താണ്, സിവിയർ അനീമിയയിൽ അയൺ ഇഞ്ചെക്ഷൻസ് എടുക്കാം, വിറ്റാമിൻ C അടങ്ങിയ ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ ചില സൈഡ് എഫക്ട്സ് ഉണ്ടാകാറുണ്ട്, അതായത് ബാക്ക് ടൂൾസ്, കോൺസ്റ്റിപ്പേഷൻ, എന്താണ് ഫുൾ ആഫ്റ്റർ ടേസ്റ്റ്, അതായത് ഒരു മെറ്റാലിക് ടേസ്റ്റ് വായിൽ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയും അയൺ ടാബ്ലറ്റ്സിൻ്റെ കോമൺ സൈഡ് എഫക്ട്സ് ആണ്. അതുപോലെ വെള്ളം നന്നായിട്ട് കുടിക്കാനായിട്ട് പാരൻസ് ഇൻസ്ട്രക്ട് ചെയ്യുക. അതുപോലെ സപ്ലിമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യാനും ഓർമ്മിപ്പിക്കുക. അപ്പോൾ ക്ലയൻസ് എഡ്യൂക്കേഷൻ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇത്രയുമാണ് നമ്മുടെ അയേൺ അനീമിയയിൽ ശ്രദ്ധിക്കാനുള്ളത്.